നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ആകെ ഒരു അശാന്തി പടർന്നിരുന്നു എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ അശാന്തി പടരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന വാർത്ത പടർന്നതിനെ തുടർന്നായിരുന്നു. ഇങ്ങനെ വാർത്ത പടരുകയും പിന്നീട് അമേരിക്ക ആക്രമണത്തിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയുമാണ് പിന്നെ വരുന്നത്. കാരണം GCCയിലെ പല രാജ്യങ്ങളും അമേരിക്കയെ കൺവിൻസ് ചെയ്യുകയും ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കരുത് എന്ന് ട്രംപിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് GCC രാജ്യങ്ങൾ ഇത്തരത്തിൽ എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇറാനിൽ ഈ അടുത്ത കാലത്ത് വളരെ വലിയ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 28-ന് ടെഹ്റാനിൽ നിന്ന് കുറച്ച് കച്ചവടക്കാർ കടയടച്ചുകൊണ്ട് തുടങ്ങിയ പ്രക്ഷോഭം രാജ്യത്തെ മെയിൻ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഉടനടി തന്നെ കത്തിപ്പടരുകയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഈ പ്രക്ഷോഭത്തെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അടക്കമടങ്ങുന്ന രാജ്യങ്ങൾ നോക്കിക്കാണുകയായിരുന്നു, കാര്യങ്ങൾ നിരീക്ഷിച്ചുവെന്നു. പിന്നീട് ട്രംപ് പറയുന്നു, ഒരു പ്രക്ഷോഭകരെയും നിങ്ങൾ കൊന്നുകളയരുത്, ആരെങ്കിലും അക്രമാസക്തമായി നേരിട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ കൃത്യമായും ഇറാനിൽ ഇടപെടുകയും ഞങ്ങൾ പ്രക്ഷോഭകർക്ക് സഹായം ചെയ്യുകയും ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞു. പ്രക്ഷോഭകരോട് നിങ്ങൾ പ്രക്ഷോഭം കടുപ്പിക്കുക, സഹായം ഉടനടി എത്തുന്നു എന്ന് വരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. ഇതിനെതിരെ ഇറാൻ ഭരണകൂടം, ആയത്തുള്ള അലി ഖമേനി ഭരണകൂടം, അവിടുത്തെ വിദേശകാര്യമന്ത്രി, അതുപോലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനൊക്കെ നിരവധി തവണ അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും രംഗത്ത് വന്നു. ഞങ്ങളുടെ രാജ്യത്ത് അമേരിക്ക തീവ്രവാദം വളർത്തുകയാണെന്നും ആളുകൾക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഭരണം അട്ടിമറിച്ച് അശാന്തി പടർത്തുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നും ഇവർ ആരോപിച്ചു എന്ന് മാത്രമല്ല, UN സെക്രട്ടറി ജനറലിനെ പോലും വിളിച്ചുകൊണ്ട് ഗുട്ടറസിനോട് ഇത്തരത്തിൽ അമേരിക്ക ട്രംപ് ചെയ്യുന്നു എന്ന് പരാതി ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്തു. അത്തരത്തിൽ ഈ ഒരു പ്രക്ഷോഭം ഇറാനിൽ കത്തിപ്പടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾ നോക്കി നിന്നു എന്നുള്ളതാണ്. അവർ കാര്യങ്ങൾ നിരീക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നില്ല ഇറാനിൽ ഒരു ഭരണ തകർച്ച ഉണ്ടാവുന്നതിന്. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം പറയുന്നതിന് മുമ്പ്, ഈ പ്രതിഷേധം കനക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെ ആക്രമിക്കുവാൻ പോകുന്നു എന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ ഇറാൻ മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ്. ഇറാൻ വളരെ ശക്തവും കൃത്യവുമായി കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഞങ്ങളെ നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിലെ GCC രാജ്യങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള നിങ്ങളുടെ എയർബേസുകൾ ഞങ്ങൾ ആക്രമിക്കും എന്ന് വളരെ കൃത്യമായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, അത്തരത്തിൽ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഇറാൻ എയർബേസ് അടക്കുകയും GCC രാജ്യങ്ങൾക്ക്, സൗദി അടക്കമടങ്ങുന്ന GCC രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി എന്നുള്ളതാണ്. എല്ലാ GCC രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അതിനെ തുടർന്നായിരുന്നു മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസായ ഖത്തറിലെ അൽ-ഉദൈദ് ബേസിൽ നിന്ന് ചില അമേരിക്കൻ സൈനികരെ അമേരിക്ക പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും മാറി നിൽക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. അത്തരത്തിലൊരു നിർദ്ദേശവും കൂടി വന്ന ശേഷം കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. തികച്ചും യുദ്ധഭീതിയിലേക്ക് പോയി. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനെ ബോധ്യപ്പെടുത്തി ഇത്തരത്തിൽ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെ ട്രംപിനെ കൺവിൻസ് ചെയ്ത് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയാനുള്ള കാരണം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇറാനെ US ആക്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം അയച്ചുവിടും. ഇറാൻ ഒരു വലിയ ശക്തിയാണ്. ഇറാന്റെ അടുത്ത് ഒരുപാട് ആയുധ ശേഖരമുണ്ട്. ഇറാന്റെ അടുത്ത് പ്രോക്സികളുണ്ട്. ഹിസ്ബുള്ള അടങ്ങുന്ന, അതുപോലെ തന്നെ ഹൂത്തികൾ അടങ്ങുന്ന ഇറാൻ നിയന്ത്രിക്കുന്ന ഒരുപാട് പ്രോക്സി ഗ്രൂപ്പുകളും മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും മലീഷ്യ ഗ്രൂപ്പുകളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഒരു ദീർഘ യുദ്ധത്തിലേക്കെങ്ങാനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം അയച്ചു വിടുകയും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിത ബിസിനസ് താവളം എന്ന അവരുടെ പ്രശസ്തിയെ അത് തകർക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ വിലയെ അത് തടസ്സപ്പെടുത്തും. ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ അസന്തുലിതാവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ മേഖലയിൽ ആകെ അത് അശാന്തി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ GCC രാജ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സമാധാനത്തോടുകൂടെ ആർക്കും അവിടെ വരികയും അവിടെ ബിസിനസ് നടത്തുകയും അങ്ങനെ ശാന്തമായി ജീവിക്കുന്ന മേഖലയിലെ സാമ്പത്തിക ശക്തികൾ കൂടിയാണ് ഇവർക്ക് അശാന്തി ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് തീർച്ചയായും US ബ്ലോക്ക് ചെയ്യുവാൻ ഇവർ മുതിർന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളതും തൽക്കാലം GCC രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അവരെ പ്രതിഷേധക്കാരെ കൊല്ലൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് പ്രതിഷേധക്കാർക്ക് കൂടുതൽ സഹായം നൽകുന്നതിൽ നിന്നും അവരെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നതിൽ നിന്നുമൊക്കെ ട്രംപ് പെട്ടെന്ന് തന്നെ പിൻവലിഞ്ഞത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ട്രംപിനെ GCC രാജ്യങ്ങൾ കൺവിൻസ് ചെയ്തു എന്നുള്ളതാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടം ഒരുപക്ഷെ മാറാൻ GCC രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ഷിയാ ഭരണം മാറിയാൽ നല്ലതാണെന്ന അഭിപ്രായം അവർക്കുണ്ട്. പക്ഷെ ഇത്തരത്തിൽ അലി ഖമേനിയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ ആ ഒരു ഒഴിവിലേക്ക്, ആ ഒരു ശൂന്യത ആരും നികത്തും എന്നുള്ളത് വളരെ വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നുള്ളതാണ്. അവിടെ ഇതിനേക്കാൾ തീവ്രതയുള്ള ആരെങ്കിലും ഭരണത്തിലേറിയാലും അതുപോലെ തന്നെ അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും GCC രാജ്യങ്ങളെ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2003 ഇത്തരത്തിലൊരു അധിനിവേശം നടത്തി അമേരിക്ക ഇറാഖിൽ ഭരണ അട്ടിമറി നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ലോകം ഇന്ന് വരെ അത് മറന്നിട്ടില്ല. അലി ഖമേനിയെ മാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ അവിടെ ഉണ്ടാവും. ഇറാഖിൽ നമുക്കറിയാം, ഭരണ അട്ടിമറി നടന്നത് മുതൽ അൽ ഖൈദ പോലെയുള്ള സംഘടനകൾ അവിടെ ശക്തി പ്രാപിക്കുകയുണ്ടായി. IS പോലെയുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആവിർഭാവം ഇറാഖിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ IS പോലെയുള്ള സംഘടനകൾ അവിടെ ഉണ്ടായിട്ട് ഇന്ന് വരെ അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ അയൽ രാജ്യങ്ങൾ കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ ഇന്നും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇറാഖിലെ ഭരണ അട്ടിമറിയാണ് പല കാരണങ്ങളിലേക്കും നയിച്ചത് എന്നുള്ളതാണ്. ഈ തരത്തിൽ ഇറാനിൽ ഒരു ഭരണ അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ, അലി ഖമേനി ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ തീർച്ചയായും ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഇത്രയും ആയുധ ശേഖരമുള്ള ഒരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് തീർച്ചയായും GCC രാജ്യങ്ങൾക്ക് കൂടി അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുക്കെ അത് പരക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ആയുധമുള്ള ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളെ പോറ്റി വളർത്തുന്ന ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും മേഖല മുഴുവനും അത് അശാന്തിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അത് GCC രാജ്യങ്ങളുടെ സമാധാനത്തെ തകർക്കുകയും GCC രാജ്യങ്ങളിലെ ശാന്തിയെ തകർക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തര യുദ്ധങ്ങൾക്കും കാരണം വരുന്ന അലി ഖമേനി ഭരണകൂടത്തെ അട്ടിമറിക്കുവാനോ ഇത്തരത്തിൽ ഒന്നിനും അമേരിക്കയെ ചെയ്യാൻ ഇവർ അനുവദിക്കാത്തത്. തീർച്ചയായും ലോകത്ത് തന്നെ ഏറ്റവും പ്രകൃതിവാതകമുള്ള രാജ്യമാണ് ദോഹ എന്ന് പറയുന്നത്. ഈ ദോഹ കാലങ്ങളായി ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇറാൻ ലോകരാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് ദുബായ് തുറമുഖം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇറാനിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് UAE നേരിട്ട് തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ GCCയിലെ ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന എണ്ണ വ്യാപാരം കൊണ്ട് സാമ്പത്തിക ശക്തിയായ സൗദി അറേബ്യക്ക് ഈ അടുത്ത കാലത്ത് അവർ കാര്യങ്ങൾ മാറ്റി ചിന്തിച്ചിരിക്കുന്നു. അവർക്ക് വലിയ പദ്ധതികളുണ്ട്. അവർ എണ്ണേതര വരുമാനം, എണ്ണയിൽ നിന്ന് മാത്രമല്ലാതെ വരുമാനം ഉണ്ടാക്കുവാൻ ടൂറിസം പദ്ധതികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അതുപോലെ തന്നെ വലിയ വലിയ പദ്ധതികൾ രാജ്യത്ത് കൊണ്ടുവരികയും
വിദേശ രാജ്യങ്ങളിലെ ആളുകളെ സൗദിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന വിവിധ പദ്ധതികൾ കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇത്തരത്തിൽ മേഖലയിൽ അശാന്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് തങ്ങളുടെ ടൂറിസത്തെ ഉത്തേജിപ്പിക്കുന്നതിന് തങ്ങൾക്ക് കഴിയാതെ വരികയും തങ്ങളുടെ സാമ്പത്തിക വൈവിധ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നശിച്ചു പോകുകയും ചെയ്യുമെന്ന് റിയാദ് കാണുക കൂടി ചെയ്തതുകൊണ്ടാണ് ഇറാനിൽ ഇത്തരത്തിലൊരു ഭരണ അട്ടിമറി ഉണ്ടാകാതെ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മേഖലയിലെ അസ്ഥിരതയല്ല, മേഖലയിൽ ഒരു സ്ഥിരതയുണ്ടാക്കുവാനാണ് തൽക്കാലം സൗദി ശ്രമിക്കുന്നത്. മേഖലയിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പുകളും പുതുതായി ഉത്ഭവിച്ചുകൂടാ. അതുപോലെ തന്നെ മേഖലയിൽ ഒരിക്കലും അനിശ്ചിതത്വം വന്നുകൂടാ. അത് അപകടകരമാണ്. മേഖലയിൽ സ്ഥിരമായ ശാന്തിയും സമാധാനവും ഐക്യവുമാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി തെറ്റി നിന്ന ഇറാനുമായി പോലും ഈ അടുത്ത കാലത്തായി സൗദി അവരോട് നന്നാവുകയും ഒരു നല്ല ബന്ധത്തിൽ പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുള്ള കാലത്ത് 2019 ഹൂത്തികൾ സൗദിയെ ആക്രമിക്കുകയും സൗദിക്ക് എണ്ണ ഉൽപാദനം താൽക്കാലമാണെങ്കിലും കുറയ്ക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ പതിവുകളിൽ നിന്ന് വിപരീതമായി GCC രാജ്യങ്ങളിലേക്ക്, ദോഹയിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതും ഒക്കെയും ഈ GCC രാജ്യങ്ങളുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റമോ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആക്രമണമോ GCC രാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് സമാധാനവും ശാന്തിയും തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.